വീടിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാണോ? കാര്യങ്ങൾ ബഡ്ജറ്റിലൊക്കെ ഒതുങ്ങുന്ന ഉറപ്പുണ്ടോ? ഇനി പൈസ കൊടുത്താൽ തന്നെ നല്ല മെറ്റീരിയൽ കിട്ടുന്ന ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾ വെരിഫൈ ചെയ്യുക? നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് കേൾക്കുന്ന കൺസേൺ ആണ്, ഞാൻ 50 ലക്ഷത്തിന് വീടെടുക്കാൻ ആഗ്രഹിച്ച് പക്ഷേ 1 കോടി എക്സീഡായി, ഞാൻ 1.5 കോടിക്ക് വീടെടുക്കാൻ ആഗ്രഹിച്ച് പക്ഷേ 2 കോടി എക്സീഡായി അല്ലേ? പിന്നെ ഉണ്ടാകുന്ന ഒരു കൺസേൺ, ഞാൻ ഹയർ ചെയ്ത കോൺട്രാക്ടർ റിലയബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. ഞാൻ വാങ്ങുന്ന മെറ്റീരിയൽ നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ്. നിങ്ങളുടെ വീട് നിർമ്മിക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അതർവൈസ് നോൺ ആസ് BOQ ആണ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരിക്കലും സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വീടുകൾ എടുക്കാൻ പാടില്ല. അത് എടുത്തു കഴിഞ്ഞാലുള്ളൊരു കുഴപ്പമാണ് നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയം. നിങ്ങളുടെ കോൺട്രാക്ടർ റിലയബിൾ ആണോ എന്നുള്ളത് ഇത് വളരെ ഈസിയാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങളൊരു ക്വാളിഫൈഡ് സിവിൽ എഞ്ചിനീയറാണ് ഹയർ ചെയ്യേണ്ടത്. ഈ സിവിൽ എഞ്ചിനീയർ ഒരു അറ്റ്ലീസ്റ്റ് 5 to 10 years എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം. നിങ്ങൾക്ക് അവരുടെ ചെയ്ത വീടുകളും ചെയ്ത കൺസ്ട്രക്ഷനും കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എപ്പോഴും നോട്ടീസ് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ മൾട്ടിപ്പിൾ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ കൊട്ടേഷൻസ് എടുക്കുമ്പോൾ യൂഷ്വലി ചില ആൾക്കാർ കൊട്ടേഷൻസ് ഹൈ ആവാനും ചില ആൾക്കാർ കൊട്ടേഷൻസ് ലോ ആവാനും ചാൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു തമ്പ് റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് കൂടുന്ന ആൾക്കാരെ കൊട്ടേഷൻസ് എപ്പോഴും കൂടുതലായിരിക്കും. അതൊന്നുമല്ല, അവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. അവർ പല പ്രോബ്ലംസും ഫോർസീ ചെയ്തത് കൊണ്ടാണ് ഈ റേറ്റ് കൂടാനുള്ളൊരു കാരണം. ഫ്രം എ ക്ലയൻറ്റ് സ്റ്റാൻഡ് പോയിന്റ് നിങ്ങൾക്ക് എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ സ്ക്വയർ ഫീറ്റ് റേറ്റ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ. അതൊരു തമ്പ് റൂൾ കാൽക്കുലേഷൻ ആയിട്ട് മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ. ഞാൻ എളുപ്പം ഇതിന് 2 പോയിന്റ് ബ്രേക്ക് ഡൗൺ ചെയ്തുതരാം. അപ് ടു പ്ലാസ്റ്ററിംഗ്, അതായത് നമ്മുടെ തേപ്പ് വരെ ഉള്ള ഒരു ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു 1200-1300 രൂപ പെർ സ്ക്വയർ ഫീറ്റിലാണ് ഏകദേശം അത് റഫായിട്ട് അവസാനിക്കാറ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫിനിഷിംഗ്, അവിടെയാണ് ട്രിക്കി പാർട്ട് വരുന്നത്. 1200-1300 രൂപേൻ്റെ റേഞ്ചിൽ നിങ്ങൾ പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞാൽ ഇനി ഫിനിഷ് ചെയ്യാൻ എത്ര കോസ്റ്റ് വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു 1000 രൂപയും കൂടി മതിയാവുമോ? തീർച്ചയായിട്ടും പറ്റില്ല. ഒരു വീട് ഭംഗിക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1200, അതായത് നിങ്ങൾ എത്രയാണോ പ്ലാസ്റ്ററിംഗ് സ്റ്റേജ് വരെ ചിലവാക്കിയത് അത്രയെങ്കിലും മിനിമം സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് വൃത്തിക്ക് ഭംഗിക്ക് വീട്ടിൽ കൂടാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയും ബഡ്ജറ്റിംഗ് അങ്ങനെ ചെയ്യരുത്. ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ റഫ്ലി 3000 rupees per സ്ക്വയർ ഫീറ്റ് വെച്ചിട്ടെങ്കിലും ചെയ്യണം. ഇത് ബഡ്ജറ്റിംഗ് പർപ്പസിനാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആക്ച്വൽ കോസ്റ്റ് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വീട് തീർക്കുക എന്നുള്ളത് എൻ്റെ പോയിന്റ്. ഇതിൻ്റെ ഒരു വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ഒരിക്കൽ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു 90 സെക്കൻഡ് വീഡിയോ ഉണ്ടാക്കാനാണ് ആഗ്രഹിച്ചത്. അൺടിൽ നെക്സ്റ്റ് ടൈം, ഗുഡ് ബൈ.